ഹായ് ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഫസ്റ്റായിട്ട് മാഗി ഉണ്ടാക്കാൻ പോവാണ്. വൈകുന്നേരം വിഷയമാണ്, രാത്രിയിൽ കഴിക്കാൻ മാഗി മതി എന്ന് പറഞ്ഞു. ശരി, മാഗി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് മാഗിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നൈറ്റ് റൂട്ടീനാണ്. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കുളിച്ചു, തുണിയെല്ലാം അലക്കി, അതിനുശേഷം ഇഷാൻകുട്ടനെ തൊഴുതു, വിളക്കൊക്കെ കത്തിച്ച് തൊഴുതു. അതിനുശേഷം ഇഷാൻകുട്ടനെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പാചകത്തിന് കയറുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 8-8:30 സമയമൊക്കെ ആയിരിക്കും. അപ്പം ഈശാൻകുട്ടന് മാഗി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് പാനിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഹെൽത്തി മാഗിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മാഗിയുടെ മസാല യൂസ് ആക്കുന്നില്ല. നമ്മുടെ സാധാ ഗരം മസാലയും പിന്നെ എൻ്റെ കീഴിൽ കിച്ചൺ കിങ് മസാല എന്ന് പറഞ്ഞിട്ടൊരു മസാലയുണ്ട്, അതും കൂടെ യൂസ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മാഗിയാണ് കേട്ടോ. പിള്ളേർക്ക് നമ്മൾ മാഗി മസാല ഇട്ട് കൊടുക്കുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ സാധാ ഒരു മസാല ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ സാധാരണ എപ്പോഴും അവൻ അങ്ങനെയാണ് തന്നെ കൊടുക്കുന്നത്. അപ്പം വെള്ളം ഒഴിച്ചു, വെള്ളത്തിനകത്ത് ഉപ്പിട്ടു. അപ്പം നമ്മൾ സാധാ മസാല ഇടുന്നത് കൊണ്ട് അതിന് ഉപ്പ് ഇടണം കേട്ടോ. നമ്മുടെ മറ്റേ മാഗി മസാലയ്ക്കകത്ത് ഉപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇതാകുമ്പോൾ നമ്മൾ തന്നെ ഉപ്പിടേണ്ടി വരും. അങ്ങനെ ഉപ്പെല്ലാം ഇട്ടു, മാഗിയെല്ലാം പൊട്ടിച്ചിട്ടു, അതിനുശേഷം മസാലയെല്ലാം ഒരുമിച്ചിട്ടു, അതിനെ അങ്ങ് വേവിച്ച് കളയാം. ആ സമയത്ത് നാളത്തേന് വേണ്ടിയിട്ടെന്നാൽ പുട്ടും കടലയും ഉണ്ടാക്കാൻ നിർത്തിയിട്ട് കടല എടുത്ത് വെള്ളത്തിലിടുന്നുണ്ട്. മറ്റേ വെള്ളക്കടലയാണ് കേട്ടോ, കബുളി ചെന്ന. അപ്പോൾ അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. വെള്ളത്തിലിട്ടിട്ട് നാളെ രാവിലെ നമുക്കത് കറിയാക്കാമല്ലോ, കടലക്കറി ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് കടല എടുത്ത് വെള്ളത്തിലിടുന്നുണ്ട്. കടല എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിടുന്നത്. അപ്പോഴത്തേനും നമ്മുടെ മാഗി ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം ഞാൻ കടല കഴുകുന്ന സമയത്ത് തന്നെ നമ്മുടെ മാഗി ഇവിടെ ആകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാഗി ഒന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പം ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അടിക്ക് പിടിച്ചാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കത്തില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടി ഒരുമിച്ചിരിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ കടലയെല്ലാം കഴുകി റെഡിയാക്കി വെക്കുന്നുണ്ട്. കഴുകി അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് നാളെ രാവിലത്തേന് നമുക്കത് കറി ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കടലയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ആകെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞപ്പോഴത്തേനും മാഗിയെല്ലാം റെഡി. അപ്പം നമ്മൾ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള മാഗിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഹെൽത്തി അല്ലാത്ത മാഗിയായിട്ട് ഞാൻ അവന് ഉണ്ടാക്കി കൊടുക്കാറേ ഇല്ല കേട്ടോ. പിന്നെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് അപ്പുറത്ത് വെക്കുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാഗിയൊക്കെ തയ്യാറായിട്ടുണ്ട്. പിന്നെന്താ പറയുക, അതിനകത്ത് ഞാൻ ആദ്യമേ കരുതി കുറച്ച് ചീസ് ഇടാമെന്ന്. പിന്നെ വിചാരിച്ച് വേണ്ട, ചീസൊന്നും ഇടണ്ട. ചീസ് ഇട്ടാലും അത്രയും ഹെൽത്തി അല്ലല്ലോ. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ ചീസ് ഇട്ട് കൊടുക്കുന്നത് പോലെ അല്ലല്ലോ. അങ്ങനെ പിന്നെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക് എല്ലാം എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. തക്കാളിയൊക്കെ പുറത്ത് വെക്കുന്നുണ്ട്. എല്ലാം കൂടെ അരിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ മാഗി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി മാഗിയാണ്, കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പം അതെല്ലാം റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ട് അവന് ഇഷാൻകുട്ടന് കൊടുക്കാമെന്ന് കരുതി അവൻ്റെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അവന് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ രാത്രി അവൻ്റെ ഡിന്നർ അതാണ് കേട്ടോ. അവനതും കഴിച്ചോളും. അത് കുറച്ച് സോസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. സോസ് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് വലിയ താല്പര്യമില്ല. സോസും കൂടി ഇടുമ്പം ഇഷ്ടമാണ്. അപ്പോൾ സോസും കൂടി ഇട്ടിട്ട് ഞാൻ മാഗി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മാഗി ആക്കി കൊടുക്കും. സോസ് ഒരുപാട് ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. അതിനും പരാതിയാണ്, അയ്യോ ഇനി കുറച്ച് സോസും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കുറച്ച് സോസേ യൂസ് ആക്കാറുള്ളൂ. അപ്പോൾ ഇയാൾ പഠിച്ച് കഴിഞ്ഞിട്ട് ബാഗ് അവിടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവനെ വിളിച്ചു, അതങ്ങോട്ട് മാറ്റി വെച്ചു. അയാളെ വിളിച്ചു കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ കഴിക്കാൻ വന്നു. ഇത് നമ്മുടെ പുതിയ ഫ്രിഡ്ജാണ് കേട്ടോ. എല്ലാവരും കേട്ടോ കൊള്ളാവോ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പണിയിലോട്ട് കിടക്കാമെന്ന് കരുതി. അപ്പം മാഗി ഉണ്ടാക്കിയ പാത്രമൊക്കെ കഴുകിയൊക്കെ, അപ്പോൾ കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ വലിയ പാടില്ലല്ലോ. അങ്ങനെ മാഗി ഉണ്ടാക്കുന്ന പാത്രമെല്ലാം കഴുകി മാറ്റി വെച്ചു. അപ്പം ഞാൻ കരുതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് വെളുത്തുള്ളി എല്ലാം എടുത്ത് പൊളിക്കുന്നുണ്ട്. വെളുത്തുള്ളി എല്ലാം പൊളിച്ച് എടുത്തിട്ട് എന്താ പറയുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പറ്റും. കറിക്കൊക്കെ എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ മിക്ക ദിവസങ്ങളിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പം കടയിൽ നിന്ന് വെച്ചിട്ട് മേടിക്കും. അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് നല്ല മണം. നോക്കിയപ്പോൾ ഉണ്ടല്ലോ പഴുത്ത ചക്ക, എന്തൊരു ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ആ പഴുത്തേക്കൊക്കെ. അപ്പം ഞാൻ അതെടുത്ത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ എന്താ പറയുക, വെളുത്തുള്ളി എല്ലാം പൊളിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നാൽ കരുതി അമ്മയൊക്കെ ഫ്രണ്ടിലിരിക്കുകയാണ്, എന്നാൽ പിന്നെ അവിടെ പോയിരുന്നിട്ട് വെളുത്തുള്ളിയൊക്കെ പൊളിക്കാൻ കരുതി. അടുക്കള ഒറ്റയ്ക്കുമ്പോൾ ഭയങ്കര ബോറാണ്. എല്ലാവരുടെയും കൂടെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ വാതിലിൻ്റെ അവിടെ വന്ന് വെളുത്തുള്ളി എല്ലാം പൊളിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി എല്ലാം പൊളിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷാൻകുട്ടൻ എൻ്റെ അടുത്ത് ഓരോന്ന് പറയുകയും അമ്മ കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരിതുപോലെ അവിടെ നിന്ന് കളിക്കുന്നു, മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് എല്ലാം പൊളിച്ച് റെഡിയാക്കി വൃത്തിയാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിനകത്ത് കുറച്ച് നമുക്ക് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനും എടുക്കാം. കുറച്ച് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് തോരനൊക്കെ ചതയ്ക്കാൻ വേണ്ടി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം ഇഞ്ചി എല്ലാം കൂടെ ചുരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിച്ചാത്തി വെച്ച് ചുരണ്ടുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ ഉണ്ടല്ലോ, സ്പൂൺ വെച്ചിട്ട് ചുരണ്ടി അതിൻ്റെ തൊലി കളയുന്നതാണ് കേട്ടോ ബെറ്റർ. അപ്പം ഒന്നും എന്താ പറയുക, അതിൻ്റെ മാംസമൊന്നും പോവില്ല. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ഇഞ്ചി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും തന്നെ ഏട്ടൻ വന്നിട്ടുണ്ട്, ഏട്ടനെ കുളിക്കാനൊക്കെ പോവാണ്. ആ സമയത്ത് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങ് ആക്കാൻ നേരത്തെ അങ്ങനെ ജിഞ്ചറെല്ലാം നന്നായിട്ട് എന്താ പറയുക അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗാർലിക്കും ജിഞ്ചറെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് എന്താ പറയുക മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് അതിനെ അരച്ചെടുക്കാം. അപ്പം ഞാനത് വേറെ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ ഇഞ്ചി ഉണ്ടല്ലോ ജസ്റ്റ് ചെറിയ പീസായിട്ടിടണം, അല്ലെങ്കിൽ കട്ടിയായിട്ട് കിടക്കുക. അതുകൊണ്ട് തന്നെ ഇഞ്ചി ചെറിയ പീസാക്കി ഇടുന്നുണ്ട്. വെളുത്തുള്ളി അതുപോലെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില ആൾക്കാർ എണ്ണയോ കാര്യങ്ങളൊക്കെ ഒഴിക്കാറുണ്ട്. ഞാൻ ഇതൊന്നും ഒഴിക്കാറില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ അങ്ങ് അരച്ച് വെക്കുകയാണ്. കുറച്ച് ഭാഗം എടുത്ത് ഫ്രീസറിലും വെക്കും, കുറച്ചെടുത്ത് നമ്മുടെ താഴെ നോർമൽ ഫ്രിഡ്ജിൻ്റെ അവിടെയും വെക്കും. അപ്പം ഫ്രിഡ്ജിൻ്റെ അവിടുത്തുള്ള പേസ്റ്റ് തീർന്നതിന് ശേഷം മാത്രം നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് കേടാവത്തുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അപ്പം മിക്സിയുടെ ജാറിനകത്തോട്ട് എല്ലായിട്ടും മിക്സിയുടെ ജാറ് കണ്ട് അരിഞ്ഞിട്ട് പുറത്ത് അതിൻ്റെ ആ പിടി ഒടിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പിന്നെ എന്താ പറയുക, ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിങ് ആക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അതും രാവിലെ കടലക്കറിയൊക്കെ വെക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ജിഞ്ചർ പിന്നെ എന്താ പറയുക വെളുത്തുള്ളി ഇഞ്ചിയൊന്നും പൊളിക്കാനും എടുക്കാനും ഒന്നും നിൽക്കും. നമുക്ക് ഈ പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള അരിയുന്ന താമസമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈസിയാണ്, എല്ലാവരും ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും എന്താ പറയുക ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഇങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ 2 പാത്രം എടുത്തു. 2 പാത്രത്തിനകത്ത് ഇതിനെ രണ്ട് പാത്രത്തിനകത്തായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് ഭാഗം എടുത്ത് ഫ്രീസറിലും സ്റ്റോർ ചെയ്യാം, കുറച്ച് ഭാഗം നമ്മുടെ നോർമൽ ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാൻ കരുതിയിട്ട് അങ്ങനെ ദിശാക്കുട്ടിൻ്റെ കറി കൊണ്ടുവന്ന പാത്രമാണ് കേട്ടോ. ഇപ്പോൾ ആ പാത്രം എടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ അതിനകത്താണ് ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് പാത്രം കിട്ടിയല്ലോ ജിഞ്ചറും ഗാർലിക്കും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ഇപ്പം അതെടുത്ത് കുറച്ച് ഫ്രീസറിലും വെക്കുന്നു, കുറച്ചെടുത്ത് പിന്നെ നോർമൽ ഫ്രിഡ്ജിലും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിയിലത്തുള്ള പരിപാടികളൊക്കെ. ഇനിയിപ്പോൾ അടുത്തത് ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങി. ഏട്ടൻ വന്നപ്പോൾ നമുക്കിനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പം അപ്പത്തിൻ്റെ മാവുണ്ട്, അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ള ഗാർലിക് എടുത്ത് ചെറിയ ഡപ്പയ്ക്കകത്ത് എടുത്ത് അതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റും. ഈ സ്റ്റോറേജ് ബോക്സ് ഞാൻ എന്താ പറയുക ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സ്റ്റോറേജ് ബോക്സാണ്, നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ്. അതിനകത്തുള്ള വെള്ളമൊക്കെ അടിയിൽ പിടിക്കാൻ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നല്ല എന്താണ് നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും കേടാവില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നല്ല ഒരു സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ കരുതി. അപ്പം നമ്മുടെ ചോറ് വെച്ച കാലമൊക്കെ അടുപ്പുണ്ട്. അപ്പോൾ ചോറ് വെച്ച കാലം അങ്ങ് കഴുകി വെക്കാൻ കരുതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറ് വെച്ച കാലമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ആ പാത്രങ്ങളെല്ലാം അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട്. അപ്പം പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ പാത്രവും കൂടെ ഒരുമിച്ച് വന്നിട്ട് പിന്നെ നമുക്ക് കഴുകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ആ പാത്രങ്ങളും ഇതെല്ലാം കഴുകി വെക്കുന്നുണ്ട്. കഴുകി വെച്ചിട്ട് വേണം ദോശ ഉണ്ടാക്കുക. ദോശയാകുമ്പോൾ ചൂടായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എനിക്ക് എപ്പോഴും ചൂടായിട്ട് ദോശ കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഏട്ടനും മിഷാൻകുട്ടിനും ഒക്കെ അങ്ങനെ തന്നെയാണ് കൊടുക്കാറ്, ചൂടായിട്ട് തന്നെയാണ് കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രാത്രിയിലുള്ള പരിപാടികൾ. പാത്രം കഴുകലാണ് മെയിൻ. എങ്ങനെ വന്നാലും എപ്പോഴും അക്ഷയപാത്രം പോലെ ആ വാഷ് ബേസിൻ്റെ ആ സിങ്കിൻ്റെ അവിടെ നിറഞ്ഞിരിക്കും. എങ്ങനെയാണെന്നറിയത്തില്ല, എവിടുന്ന് എല്ലാം പാത്രങ്ങൾ അതിനകത്തോട്ട് വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്നാൽ പിന്നെ ദോശയ്ക്കുള്ള മാവ് ഫ്രിഡ്ജിൽ നിന്നെടുത്തിട്ട് ദോശ ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവെല്ലാം എടുത്ത് വെച്ചു, ദോശക്കല്ലെല്ലാം എടുത്ത് വെച്ചു. ദോശക്കല്ലെടുത്ത് ഗ്യാസിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ഗ്യാസ് എത്തിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ആ ടൈമിൽ എന്നാൽ കലം കഴുകി വെക്കാൻ നിർത്തിയിട്ട് കലം കഴുകി വെക്കുന്നുണ്ട്. കലം കഴുകി വെച്ചിട്ട് വന്നിട്ട് ദോശ ഉണ്ടാക്കാൻ നിർത്തി. ദോശ എന്ന് വെച്ചാൽ അപ്പത്തിൻ്റെ ദോശയാണ് കേട്ടോ, നമ്മുടെ സാധാ ദോശമാവല്ല, ഉഴുന്നിൻ്റെ ദോശമാവല്ല, നമ്മൾ അരി അരച്ച അപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, അപ്പത്തിൻ്റെ മാവ് വെച്ച് ദോശ ഇടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പം നമ്മുടെ കലമൊക്കെ ഇവിടെ കഴുകി കഴിഞ്ഞു, എല്ലാം നീറ്റായിട്ട് കഴുകി കഴിഞ്ഞു. അവിടെ എല്ലാം ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ഒന്ന് ദോശ ഉണ്ടാക്കാൻ നേരത്തെ അപ്പോഴത്തേനും നമ്മുടെ ദോശക്കല്ലൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാൻ നേരത്തിയിട്ട് ദോശക്കല്ലൊക്കെ എടുത്ത് വെച്ചു, എന്താ പറയുക തവിയൊക്കെ എടുത്തു ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പം അപ്പത്തിൻ്റെ പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ടാണ് കേട്ടോ ഈ ദോശ വേവിക്കുന്നത്, തിരിച്ചിടാറില്ല, അടപ്പ് വെച്ച് അടച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അപ്പത്തിൻ്റെ പാത്രം അടയ്ക്കുന്ന ആ അടപ്പും കൊണ്ടെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെയൊക്കെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണോ? നൈറ്റിലെ റുട്ടീൻസും കാര്യങ്ങളും ഒക്കെ? എൻ്റെ റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പം എന്താ പറയുക, എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, യോഗയ്ക്കൊക്കെ പോകുന്ന ടൈം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇഷാൻകുട്ടനെ പഠിപ്പിക്കണമെന്നുള്ളത്, പിന്നെ യോഗയ്ക്കൊന്നും പോകത്തില്ല. നേരത്തെയൊക്കെ 6:30 തൊട്ട് 7:30 വരെയൊക്കെ ആയിരുന്നു കേട്ടോ യോഗ. അപ്പോൾ ഇപ്പോൾ ഒന്നും പോകാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. അപ്പം എക്സസൈസും കാര്യങ്ങളൊന്നുമില്ല, അടുക്കളയിലുള്ള എക്സസൈസ് തന്നെ മെയിൻ എക്സസൈസാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആദ്യമത്തെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ 2-3 ദോശ ഉണ്ടാക്കാൻ നേരത്തിയിട്ട് ഒരു തവി മാവാണ് കേട്ടോ എടുക്കുന്നത്. ഒരു തവി മാവ് ഒത്തിരി അങ്ങ് നമ്മൾ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ദോശ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വേണ്ട നമ്മുടെ ദോശയൊക്കെ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ദോശയൊക്കെ ചുടാൻ നിർത്തിയിട്ട് ദോശയൊക്കെ ചുടുന്നുണ്ട്. അപ്പം ദോശ ചുട്ടിട്ട് ദോശയ്ക്ക് നമുക്ക് തീയലാണ് കേട്ടോ, തീയലിരിക്കുകയാണ്. അപ്പോൾ തീയലെല്ലാം നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്നും കൂടെ തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ തീയൽ നല്ല തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ വറുത്തരച്ച തീയലായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തീയൽ അവിടെ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ദോശ ആക്കുന്നുണ്ട്. ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ ഏകദേശം ഇഷാൻകുട്ടന് ഉറക്കമൊക്കെ വന്നിട്ട് അവിടെ ദിവാങ്കോട്ടിൽ പോയി കിടക്കും അങ്ങ്. അപ്പോൾ ആ സമയത്ത് ആൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കോളൂ. പിന്നെ നമ്മുടെ കറിയെല്ലാം എടുത്തു, അങ്ങനെ ദോശയൊക്കെ എടുത്തു. എന്താ പറയുക, അതിനുശേഷം പിന്നെ ഇനിയിപ്പോൾ കഴിക്കാമെന്ന് കരുതിയിട്ട് ഏട്ടൻ അപ്പോഴത്തേനും കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അതാണ്ട് കറിയൊക്കെ എടുക്കുന്നുണ്ട്. കറിയൊക്കെ എടുത്തിട്ട് ദോശ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പാത്രത്തിലെടുത്തു, ഏട്ടൻ്റെ പാത്രത്തിലൊക്കെ ദോശ എടുത്ത് കഴിക്കാമെന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ കഴിക്കാൻ പോവാണ്. അപ്പോഴത്തേനും നമ്മുടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ബാക്കി മാവൊക്കെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ നേരത്തെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നുണ്ട്. എല്ലാവർക്കും രാത്രിയിൽ ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ വേണ്ട ദോശയും തീയലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഡിന്നർ അങ്ങ് അവസാനിപ്പിച്ചു. നമ്മൾ ദോശ കഴിക്കാനായിട്ട്. അപ്പോൾ ദോശ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ വീഡിയോസ് എടുക്കേണ്ടെന്ന് കരുതി അങ്ങനെ പിന്നെ എൻ്റെ വീഡിയോസ് അങ്ങ് നിർത്തി. വീഡിയോസ് എല്ലാം അവസാനിപ്പിച്ച് ദോശയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയി പാത്രങ്ങളെല്ലാം കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി അവിടെ എല്ലാം വൃത്തിയാക്കി. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക ചുക്ക് കാപ്പി കുടിക്കാനൊരാഗ്രഹം. അപ്പം ചുക്കിൻ്റെ മറ്റേ കരിപ്പെട്ടി ഉണ്ടല്ലോ, ചുക്കൊക്കെയുള്ള കരിപ്പെട്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്, അപ്പം തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ എന്താ പറയുക ചുക്ക് കാപ്പി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് 2 ഗ്ലാസ് വെള്ളവും 2 കട്ട ചുക്കിൻ്റെ കരിപ്പെട്ടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാപ്പിപ്പൊടിയാക്കിയിട്ട് വെള്ളം തിളപ്പിക്കാൻ നിർത്തി. അപ്പോൾ നല്ല ചുക്ക് കാപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ പനി സമയത്തും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉള്ള സമയത്ത് ഇത് കുടിക്കുമ്പം നല്ലതാണ്, നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്, നല്ല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ചുക്ക് കാപ്പിയൊക്കെ ഇടയ്ക്കൊക്കെ കുടിക്കുന്നത് അസുഖങ്ങൾ പ്രതിരോധിക്കാനൊക്കെ ഏറ്റവും ബെറ്ററാണ്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നായാലും ഉറുമ്പ് കയറും. അപ്പോൾ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊരു എന്താ പറയുക ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ അതിനകത്തുനിന്ന് ആവശ്യമുള്ളത് നമ്മളിങ്ങനെ എടുത്താൽ മതിയല്ലോ, അങ്ങനെ വെച്ചേക്കണം. അതിനുശേഷം നമ്മുടെ സാധാ കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറല്ല, സാധാ കാപ്പിപ്പൊടി 1 സ്പൂണൊക്കെ ഇട്ട് നല്ലതായിട്ട് തിളപ്പിച്ച് എന്താ പറയുക നമ്മുടെ കാപ്പി എടുക്കുന്നുണ്ട്, ചുക്ക് കാപ്പി എടുക്കുന്നുണ്ട്. അപ്പം ചുക്ക് കാപ്പിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഈ കരിപ്പട്ടി അങ്ങ് അലിഞ്ഞോളും കേട്ടോ. പിന്നെ ഇത് അരിച്ചെടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ അരിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിപ്പട്ടിക്കകത്ത് തന്നെ ഇഞ്ചിയുടെയൊക്കെ ഒരു മട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളിത് അരിച്ചെടുക്കണം. അങ്ങനെ വേണ്ട ചുക്ക് കാപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് കുടിക്കാൻ നിർത്തിയിട്ട് അതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അത് പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ചുക്ക് കാപ്പി എടുത്തിട്ട് ഇനി നമുക്ക് പോയി സമാധാനം. അപ്പോഴത്തേനും എൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ രാവിലത്തേനുള്ള പരിപാടിയാണ്. ഇന്നത്തെ രാത്രിയിലത്തുള്ള പരിപാടിയെല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ ചുക്ക് കാപ്പിയൊക്കെ മാറ്റുന്നുണ്ട്.
ചുക്ക് കാപ്പി മാറ്റി ഗ്ലാസ്സിലാക്കി. ഏട്ടനും എനിക്കും കൂടെ സെപ്പറേറ്റ് ഗ്ലാസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയാണ് കേട്ടോ ഞാൻ കാപ്പി ആക്കിയത്. കാപ്പി ആക്കിയതിന് ശേഷം പിന്നെ ആ ഗ്യാസെല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കി ഇടാൻ നിർത്തി. അപ്പോഴപ്പോഴും തന്നെ തുടച്ചിട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരും. ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് മാവും കാര്യങ്ങളും എല്ലാം അവിടെ ഒട്ടി പിടിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാത്രിയിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ചുക്ക് കാപ്പി കുടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ചാനൽ കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.